ഇനി പ്രവാസ ലോകത്തു നിന്നുള്ള വാർത്തകൾ. UAE-യിൽ പാസ്പോർട്ട് സേവനങ്ങൾ പ്രതിസന്ധിയിൽ. ഫീസ് വർധനയും കോൺസുലേറ്റുകളിലെ തിരക്കും ആശങ്ക വർദ്ധിപ്പിക്കുന്നു. UAE-യിലെ ഇന്ത്യൻ പ്രവാസികൾക്ക് ഇരട്ട തിരിച്ചടി. കോൺസുലർ സേവനങ്ങളിലെ പ്രതിസന്ധിയെ തുടർന്ന് ഇന്ത്യൻ എംബസിയിലും കോൺസുലേറ്റിലും വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇതിനൊപ്പം പാസ്പോർട്ട് പുതുക്കൽ ഫീസ് കുത്തനെ ഉയർന്നതും പ്രവാസികൾക്ക് ആശങ്കയാകുകയാണ്. കോൺസുലർ സേവനങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നിയമപ്രതിസന്ധിയെ തുടർന്നാണ് നിലവിലെ സാഹചര്യം. മുൻ സേവനദാതാക്കളുടെ കരാർ അവസാനിക്കുകയും പുതിയ സേവനദാതാവിനെ കോടതി നടപടികൾ കാരണം അപേക്ഷാ കേന്ദ്രങ്ങൾ തുറക്കാതിരിക്കുകയും ചെയ്തതോടെയാണ് അപേക്ഷകൾ നേരിട്ട് എംബസിയിലും ദുബായ് കോൺസുലേറ്റിലും സ്വീകരിക്കാൻ തീരുമാനിച്ചത്. നിലവിൽ അബുദാബി ഇന്ത്യൻ എംബസിയിലും ദുബായ് കോൺസുലേറ്റിലും രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12 വരെ ടോക്കൺ അടിസ്ഥാനത്തിലാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത്. മുൻകൂർ അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ നേരിട്ടെത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചതോടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇതിനിടെ ജൂലൈ 1 മുതൽ പാസ്പോർട്ട് പുതുക്കൽ ഫീസും ഗണ്യമായി വർദ്ധിപ്പിച്ചു. നേരത്തെ 285 ദിർഹമായിരുന്ന ഫീസ് ഇപ്പോൾ 450 ദിർഹമായി ഉയർന്നു. ഏകദേശം 60% വർധനവാണിത്. നിലവിൽ പണമടയ്ക്കാൻ ക്യാഷ് മാത്രം സ്വീകരിക്കുന്നതും പ്രവാസികൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. UAE-യിലെ 45 ലക്ഷത്തിലധികം ഇന്ത്യൻ പ്രവാസികളിൽ വലിയൊരു വിഭാഗവും സാധാരണ തൊഴിലാളികളാണ്. ഫീസ് വർധനവ് ഇവരെ സാമ്പത്തികമായി ബാധിക്കുമെന്ന് പ്രവാസി സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഷാർജയിൽ അടുത്ത 2 മാസത്തേക്ക് ഗതാഗത നിയന്ത്രണം. ഇത്തിഹാദ് റെയിൽ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ജൂലൈ 4 മുതൽ ഓഗസ്റ്റ് 23 വരെയാണ് നിയന്ത്രണം നിലവിലുണ്ടാകുക. ഷാർജ യൂണിവേഴ്സിറ്റി സിറ്റിക്കും അർദ് അൽ മാഹിദിനും ഇടയിലുള്ള റോഡുകളെയാണ് ഇത് ബാധിക്കുക. ഇത്തിഹാദ് റെയിൽ സ്റ്റേഷനുകളിലേക്കുള്ള കണക്ടിവിറ്റി റോഡുകളുടെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാലാണ് താൽക്കാലിക ട്രാഫിക് ക്രമീകരണം ഏർപ്പെടുത്തിയതെന്ന് ഷാർജ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന കാലയളവിൽ ഈ റൂട്ടുകളിൽ പ്രത്യേകിച്ച് തിരക്കേറിയ സമയങ്ങളിൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്നും RTA മുന്നറിയിപ്പ് നൽകി. ഇതിന്റെ ഭാഗമായി ബദൽ ഗതാഗത മാർഗങ്ങളും അധികൃതർ ഒരുക്കിയിട്ടുണ്ട്. റോഡുകളിൽ സ്ഥാപിച്ചിട്ടുള്ള താൽക്കാലിക ട്രാഫിക് സൈൻ ബോർഡുകളും ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങളും ഡ്രൈവർമാർ കർശനമായി പാലിക്കണമെന്ന് RTA ആവശ്യപ്പെട്ടു. യാത്രക്കാരുടെയും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ജീവനക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കാനാണ് ഈ നടപടിയെന്ന് അധികൃതർ വ്യക്തമാക്കി. ഈ മേഖലയിലൂടെ യാത്ര ചെയ്യേണ്ടവർ യാത്രകൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്യുകയും സാധ്യമെങ്കിൽ ബദൽ റോഡുകൾ തെരഞ്ഞെടുക്കുകയും ചെയ്യണമെന്ന് ഷാർജ RTA അഭ്യർത്ഥിച്ചിട്ടുണ്ട്. നിർമ്മാണം പൂർത്തിയാകുന്നതോടെ മേഖലയിലെ ഗതാഗത സൗകര്യവും ഇത്തിഹാദ് റെയിൽ സ്റ്റേഷനിലേക്കുള്ള കണക്ടിവിറ്റിയും കൂടുതൽ മെച്ചപ്പെടുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ബഹ്റൈനിലെ സ്വകാര്യ മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്താൻ പുതിയ നടപടികളുമായി ബഹ്റൈൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. അംഗങ്ങളുമായുള്ള ആശയവിനിമയവും സാമ്പത്തിക പങ്കാളിത്തവും വിപുലീകരിക്കാൻ ഡയറക്ടർ ബോർഡ് നിർണായക തീരുമാനങ്ങൾ കൈക്കൊണ്ടു. സ്വകാര്യ മേഖലയെ പ്രതിനിധീകരിക്കുന്നതിൽ ബഹ്റൈൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ പങ്ക് കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് ഡയറക്ടർ ബോർഡ് അറിയിച്ചു. ചെയർമാൻ നബീൽ ഖാലിദ് കനൂവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന 31ാമത് സെഷന്റെ 3ാമത്തെ യോഗത്തിലാണ് തീരുമാനം. അംഗങ്ങളുമായുള്ള ആശയവിനിമയ സംവിധാനം മെച്ചപ്പെടുത്താനും സാമ്പത്തിക സ്ഥാപനപരമായ പങ്കാളിത്തങ്ങൾ വികസിപ്പിക്കാനുമുള്ള വിവിധ സംരംഭങ്ങൾ നടപ്പാക്കുമെന്ന് ബോർഡ് വ്യക്തമാക്കി. മേഖലാ കമ്മിറ്റികളുടെ പുനഃസംഘടനയും യോഗം വിലയിരുത്തി. ബഹ്റൈൻ ജോർദാൻ സംയുക്ത ബിസിനസ് കൗൺസിലിന്റെ പുനഃസംഘടനയ്ക്കും അംഗീകാരം നൽകി. ഇത് ഇരു രാജ്യങ്ങളിലെയും വ്യാപാര നിക്ഷേപ സഹകരണം വർദ്ധിപ്പിക്കാനും പുതിയ ബിസിനസ് പങ്കാളിത്തങ്ങൾക്ക് വഴിയൊരുക്കാനും സഹായിക്കുമെന്ന് ഡയറക്ടർ ബോർഡ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.